ലോക്പാൽ പായസം. ദയവായി സഹകരിക്കുക, ശ്രദ്ധിക്കുക. ന്യൂസ് അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും അടുത്തതായി ആരംഭിച്ച സപ്പോർട്ടർ ചാനലിന്റെ ഡൽഹി റിപ്പോർട്ടറാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്, ശ്രീ അജയൻ രഘുവംശൻ. പ്രിയമുള്ളവരെ, ദില്ലിയിൽ ഓഗസ്റ്റ് 15 മുതൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും ന്യൂസിനു വേണ്ടി ലൈവായി പ്രവർത്തിക്കുന്ന ഈ ചാനൽ മറ്റുള്ളവർ കാണാത്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിലാണ്. ഈ ജയിലിനുള്ളിൽ കടന്ന് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വാർത്തകൾ എത്തിക്കുന്ന ഏക ചാനൽ ഞങ്ങളുടേതാണ്. 24 മണിക്കൂർ ലൈവായ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓഗസ്റ്റ് 18. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അണ്ണൻ ഈ ജയിലിലുണ്ട്. അദ്ദേഹം ഈ ജയിൽ വന്നതിന് ശേഷം ഇതുവരെ പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പുറത്തു പോകാൻ കൂട്ടാക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് എന്ന് കണ്ടെടുക്കാനായി, അത് കണ്ടുപിടിക്കാനായി ഈ ജയിലിനുള്ളിൽ ഞങ്ങൾ ഒളി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ മൈക്കിനകത്ത് തന്നെ ഒരു ഒളി ക്യാമറയുണ്ട്. ഇവിടെ എല്ലാ ഒളി ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഓരോ വിഷ്വൽസും ഞങ്ങളുടേത് മാത്രമാണ്. ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇതാ നമ്മളേവരും ആദരിക്കുന്ന, ഇന്ന് നമ്മുടെ എല്ലാം ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്ന അണ്ണൻ ഇതാ തൻ്റെ ജയിലിനുള്ളിലെ വാസത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങ് അഴിമതി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് അങ്ങയുടെ ഉദ്ദേശം? വളരെ നല്ലത്. പക്ഷേ അങ്ങേക്ക് പുറത്തു പോകാനുള്ള അവസരമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അങ്ങ് പോകുന്നില്ല? എത്ര നൂതനമായ ആശയം! അഴിമതി എന്നാൽ പാൽ പായസം പോലെയാണ്. അത് കുടിക്കുന്നവർ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നും. അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിനും അഴിമതി എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നൂതനമായ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കിനി ഇവിടെ അധിക നേരം നിൽക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ മറ്റ് തടവുകാർ ഏത് നിമിഷവും കടന്നു വരാം. പോലീസിനെ പിടിച്ച് വീണ്ടും ഇതിനകത്താക്കാം. പക്ഷേ എൻ്റെ ഒളി ക്യാമറകൾ ഇതെല്ലാം, ഇവിടെ നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാട്ടിത്തരും. വീണ്ടും നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. എ ഷോർട്ട് ബ്രേക്ക്. വന്നിട്ട് 8 മാസമാച്ച്. എനിക്ക് 6 മാസം. എനിക്ക് 10 മാസമായിട്ട് തോന്നും. പക്ഷേ ഇന്നത്തെ ശൂന്യമാ. ഒന്നുമില്ല. നിരാഹാരം, നിരാഹാരം, നിരാഹാരമാണ് എന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് ഇവിടെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സീനിയേഴ്സിന്റെ റാഗിംഗ് എന്ത് യോഗ്യതയുണ്ടെന്ന് 1,75,000 കോടി ആസ്തി എനിക്കിருக்கு. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോടാനും കോടികൾ. എനിക്ക്
ദേവിയെ എഴുന്നേക്കാമോ അണ്ണാ? ഇവിടെ അണ്ണാ ജൂനിയറാണ്. ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് എഴുന്നേക്കാമോ? ഇനി ഞങ്ങൾ കുറച്ചു നേരം ഇരിക്കാം. നീ ഇരുന്നോളൂ. അണ്ണാ ഇരുന്നോളൂ. കസേരയില് ഇല്ലാതെ ഇരിക്കാം. അങ്ങനെ ഇരിക്കാനാ പറഞ്ഞത്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നാ മതി. മനസ്സിലായോ? ഇനി കസേരയില്ലാതെ ഇതൊക്കെ വെറും സാമ്പിൾ. വെടിക്കെട്ട് കിടക്കുന്നതേ ഉള്ളു. കണ്ണീർ മൊഴി മൊഴിയോ പ്രിയമുള്ളവരെ, ഇതാ ന്യൂസ് അവറിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിവിശാലമായ മൈതാനത്താണ്. ഇവിടെ വളരെയേറെ ആകാംക്ഷയിലാണ് ജനങ്ങൾ. ഇതാ ഈ ഗാന്ധി പ്രതിമയുടെ തണലിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ അണ്ണൻ തന്റെ നിരാഹാരം തുടരുവാനായി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്.
തികച്ചും ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം. അങ്ങ് സന്തുഷ്ടനാണോ? സന്തുഷ്ടനാണ്, സന്തുഷ്ടനാണ്. അങ്ങ് ഇവിടെ സകല ദുഷ്ടന്മാരുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉൾപ്പെടുത്താം. എല്ലാവരെയും ഉൾപ്പെടുത്തണം, നിങ്ങളെ ഉൾപ്പെടെ. തുടങ്ങാം. അദ്ദേഹം ഇതാ എത്തിക്കഴിഞ്ഞു. തന്റെ ഗുരുവിനെ തൊട്ട് വണങ്ങിയിട്ട് അദ്ദേഹം തുടരാൻ പോവുകയാണ്.